ഹലോ, ധനിസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ലിവർ റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാമല്ലോ. ഞാനിവിടെ അതിനായിട്ട് 1/2 കിലോളം ലിവർ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ റെഡ് മീറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കില്ലേ ചില പീസൊക്കെ, അതിന് പറയുന്ന പേരെന്താ? ചിലർ പറയും ഇത് ബീഫിൻ്റെ പൂവാണ് അല്ലെങ്കിൽ മട്ടൻ്റെ പൂവാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് രണ്ടും കൂടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതൊരു 1/4 കിലോനോളം ഉണ്ട് കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് കുക്കർ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 സ്പൂണോളം ഇഞ്ചി, 2 സ്പൂണോളം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയാണ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 3 സവാള, മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. കുറച്ചധികം എരിവുള്ള പച്ചമുളക് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. കീറിയിട്ട് കൊടുത്തതാണ്. ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നമ്മൾ ഒരുപാട് ഇങ്ങനെ കളറ് മാറി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കണം. 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ള സ്പൂണ്. ടേബിൾ സ്പൂണിൻ്റെ അത്രയും വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടി. ഇനി മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മുളക് പൊടിയുടെ കളറൊന്നും അധികം മാറി വരാത്ത രീതിയിൽ വളരെ ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ സാധാരണ മീറ്റ് കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല. മഞ്ഞൾപ്പൊടിയും ഇതുപോലെ ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളിയാണ് ഞാനിവിടെ 2 മീഡിയം തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. വളരെ തിന്നായിട്ടാണ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ മസാലയും തക്കാളിയും സവാള എല്ലാം കൂടെ യോജിച്ച് വരുന്ന രീതിയിൽ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ലിവറും മറ്റു പീസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ മസാലയൊക്കെ ഈ മീറ്റിലൊന്ന് പിടിക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിലവർക്കൊന്നും ഇതിങ്ങനെ പൊങ്ങിക്കെടുക്കുന്നൊരു പൊങ്ങ് പോലെയാണ് ഇരിക്കുക, അതുകൊണ്ട് ഇഷ്ടമാവില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ലിവറിൻ്റെ കൂടെ ഇട്ടിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ശരിക്കും നമ്മൾ ലിവർ മാത്രം റോസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് ഇത് രണ്ടും കൂടിയിട്ട് റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ബീഫ് കറീനെക്കാട്ടിലും മട്ടൻ കറീനെക്കാട്ടിലൊക്കെ രുചിയാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഇളക്കി നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. 4 വിസിൽ തന്നെ പോകണം. ഇത് റെഡ് മീറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിസിലൊക്കെ പോയി ഒന്ന് ചൂടൊന്ന് കുറച്ച് ആറിയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. ഇത് തുറന്ന് വരുമ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ലിവറൊക്കെ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. മാത്രമല്ല ഇതിങ്ങനെ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്ന അത്ര ക്വാണ്ടിറ്റി ഒന്നും ഇത് വെന്ത് വരുമ്പോൾ ഉണ്ടാവില്ല. ഇനി ഇതിനെ നമ്മൾ ഇതേ സ്റ്റൗവിൽ തന്നെ ഓണാക്കിയിട്ട് നന്നായിട്ട് ഇതിനൊന്ന് പറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറി വരും കേട്ടോ. നമ്മളിതിൽ കുരുമുളകൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഈ കളറ് മാറി വരുന്നത്. അപ്പോൾ ഒരു 3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതേ ഉള്ളൂ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഈ ചൂടിലിരിക്കും തോറും ഇതിൻ്റെ കളറ് മാറുകയും ചെയ്യും, കുറച്ച് ഡ്രൈ ആയി വരികയും ചെയ്യും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ. നമ്മൾ കുക്കർ തുറന്ന ആ ഒരു കളർ ആവില്ല ഇതിനെ വറ്റിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ.
എപ്പോഴെങ്കിലൊക്കെ മട്ടൻ്റെ അല്ലെങ്കിൽ ബീഫിൻ്റെ ഒക്കെ ലിവർ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രുചിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ശരിക്കും ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.